السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, തൃക്കരിപ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് എല്ലാ മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഈ സമ്മേളനത്തെ ബോധപൂർവവും ചിലപ്പോൾ യാദർശികമായും കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആരോഗ്യാവസ്ഥയെ മാനിച്ചുകൊണ്ടും എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ചിന്തിക്കാൻ വക നൽകുന്ന പ്രബല മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ചില സുപ്രധാനമായ ചിന്തകളാണ് മഗ്രിബ് നമസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് മഗ്രിബിന്റെ മുമ്പായും ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷവും ഗൗരവമായ ചർച്ചയ്ക്ക് വരികയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം മതവിശ്വാസികളാണ് 121 കോടി മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും മതവിശ്വാസികളാണ്. മതവിശ്വാസികൾ എന്ന് പറയുമ്പോൾ പ്രബലമായി 55% വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അതുപോലെ അതിന് താഴെ നിൽക്കുന്ന ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്.
പിന്നെയുള്ളത് ക്രൈസ്തവ സഹോദരങ്ങളാണ്. പിന്നെ ജൈനമതവും ബുദ്ധമതവും ചാർവാക ദർശനവും ഹൈന്ദവ ദർശനങ്ങളിൽ തന്നെ ശങ്കര ദർശനമായ അദ്വൈത ദർശനവും രാമാനുജന്റെ വിശിഷ്ടാദ്വൈതവും മാധ്വാചാര്യന്റെ ദ്വൈത സിദ്ധാന്തവും അങ്ങനെ തുടങ്ങി പേര് പറയുന്നതും പറയാത്തതുമായ അനവധി ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയുള്ള ഒരു നാടാണ് ഇന്ത്യ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ സവിശേഷമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും മതഗ്രന്ഥങ്ങളുടെയും മതാദർശങ്ങളുടെയും കാര്യത്തിൽ. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഇവിടെയുള്ള മതവിശ്വാസികളോട് രാമന്റെയും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ദേവീദേവന്മാരുടെയും ഒക്കെ വിശ്വാസം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതം എന്ന നിലയിൽ സഗൗരവമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മതത്തെ അറിയുക, മോക്ഷം നേടുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. മതമെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണോ, അല്ല സമ്പൂർണമായ ദൈവികമാണോ? പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് പരമകാരുണികനായ പ്രപഞ്ചത്തിന്റെ നാഥൻ ആകാശമേലാപ്പിനെ അലങ്കരിച്ച് സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ച് ഭൂമിയെ വിധാനിച്ച് സർവജീവജാലങ്ങളെയും അതിനനുയോജ്യമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ പ്രപഞ്ചനാഥനുണ്ടോ? ആ പ്രപഞ്ചനാഥനാണോ 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത്? അതല്ല ഇവിടെ കല്യാണിയമ്മയെയും ശാരദയെയും കുന്തിദേവിയെയും ദേവകിയെയും കൗസല്യയെയും കൈകേയിയെയും ഒക്കെ സൃഷ്ടിച്ച ഒരു ദൈവമൊന്ന് വേറെ, മുസ്ലിം സമുദായത്തെ സൃഷ്ടിക്കുന്ന ദൈവമൊന്ന് വേറെ, അങ്ങനെയുണ്ടോ? ഇല്ല എന്നാണ് എല്ലാവരും പറയും. പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് അടിസ്ഥാനപരമായി എല്ലാവരും എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ പറയാറുണ്ട്. മാനവ മൈത്രി സമ്മേളനങ്ങൾ നടക്കുന്ന സമ്മേളന വേദികളിൽ ക്രൈസ്തവ മതത്തെ പ്രതികരിക്കുന്നവരും സനാതനധർമ്മത്തെ പ്രതികരിക്കുന്ന ഹൈന്ദവ സന്യാസിമാരും പടച്ചവന്റെ മതമായ ഇസ്ലാമിനെ പ്രതികരിക്കുന്നവരും ഒക്കെ പറയാറുള്ളത് എന്താണ്? എല്ലാരെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണെന്നാണ്. പിന്നെ എല്ലാവർക്കും വായും വെള്ളവും നൽകിയ അവനല്ലേ? എല്ലാവരും അവനെയല്ലേ ആരാധിക്കേണ്ടത്? പക്ഷെ അങ്ങനെയാണോ അവിടെ ഉള്ളത്? അല്ല. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ എന്താണ്? ആചാരങ്ങൾ എന്താണ്? അതാണോ പള്ളിയിൽ നടക്കുന്നത്? ഉത്സവത്തിൽ നടക്കുന്നത് എന്തോ അതാണ് നേർച്ച സ്ഥലത്ത് നടക്കാറുള്ളത്. പുളികോ മക്കാമിൽ മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന നേർച്ചയും ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്ഷേത്രപൂജയും ഒരേപോലെയാണ്. രണ്ട് സമുദായം സംഘടിപ്പിക്കുന്നതല്ലാതെ അവിടെ നടക്കുന്ന ചടങ്ങുകളിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? മലയാളികളായ നമ്മൾ പറയും അഭിപ്രായം. മതം എന്ന് പറഞ്ഞ അഭിപ്രായം. ഞാൻ പറയുന്നു ദൈവിക മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമല്ല, ഖണ്ഡിതമാണ്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള അഭിപ്രായം അല്ല നാളെ ഉണ്ടാവുക. എന്റെ പ്രായത്തിനും അറിവിനനുസരിച്ച് ഞാനൊരു അഭിപ്രായം പറയും. കാലം അതിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരുക്കുമ്പോൾ എന്റെ അഭിപ്രായങ്ങൾക്ക് മാറ്റമുണ്ടാകും. പക്ഷെ മതമല്ല, മതം ഖണ്ഡിതമാണ്. അതിനാണ് മതം എന്ന് പറയാം. മതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായ സംഹിതകളെയല്ല മതം എന്ന് പറയാം. അദ്ദീൻ എന്നാണ് അറബിയിൽ പറയാം, നടപടിക്രമം. അത് സർവശക്തനായ ത്രികാലജ്ഞാനിയായ ഈ അനന്ത പരകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരാളാണെങ്കിൽ, ആകാശഭൂമികളെ സംവിധാനിച്ചത് ഒരാളാണെങ്കിൽ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത് ഒരാളാണെങ്കിൽ, ആ സർവശക്തനായ ഏകനായ അളവറ്റ ദയാവരനായ മനുഷ്യർക്ക് വായു നൽകുന്ന, മനുഷ്യർക്ക് വെള്ളം നൽകുന്ന ലോകത്തിന്റെ നാഥൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ,
ഇതുവാൻ, വേദക്കൂൻ, യഹോവ, ഉടയതമ്പുരാൻ, റബ്ബുൽ ആലമീൻ, പരമകാരുണ്യൻ, അല്ലാഹു എന്നൊക്കെ പറയുന്ന ലോകത്തിന്റെ നാഥൻ. ആ നാഥനാണ് കാർമേഘങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നാഥനാണ് പക്ഷികളെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത്. ആ നാഥനാണ് വേരുകളുള്ള പർവ്വതത്തെ സൃഷ്ടിച്ചത്. ആ നാഥനാണ് മരങ്ങളെ സംവിധാനിച്ചത്. ആ നാഥനാണ് തുളസിച്ചെടിയെ സംവിധാനിച്ചത്. ആ നാഥനാണ് പാമ്പിനെയും പശുവിനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവന്റെ സൃഷ്ടികളാണിതെല്ലാം. അവനാണ് സൃഷ്ടാവ്. എത്ര ഉജ്ജ്വലമായൊരാശയം! സൃഷ്ടാവും സൃഷ്ടിയും ഒന്നല്ല. ഞാനും നിങ്ങളും ദൈവമല്ല. ദൈവത്തിന്റെ യാതൊരു ഗുണവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് തന്നെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടാണ്. അതിനൊരു വേദത്തിന്റെ പിന്തുണയുമില്ല. ഇല്ലാന്ന് ഞാൻ പറയുന്നു. തെളിയിക്കാനും എനിക്ക് കഴിയും. ഋഗ്വേദത്തിന്റെ പിൻബലം അതിനില്ല. യജുർവേദത്തിന്റെ പിൻബലം അതിനില്ല. സാമവേദത്തിന്റെ പിൻബലം അതിനില്ല. അഥർവവേദത്തിന്റെ പിൻബലം അതിനില്ല. 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളുടെ പിന്തുണയും അതിനില്ല. ഇല്ല. ബ്രഹ്മസൂത്രം ശങ്കരാചാര്യരുടെ മുമ്പ് ആ സൂത്രത്തെ ഒരിക്കലും ജീവിതത്തിൽ ശങ്കരാചാര്യരുടെ മുമ്പ്, അതല്ലെങ്കിൽ കുറെ കൂടെ വ്യക്തമായി പറഞ്ഞ ഗൗഡപാദന മുമ്പ് ലോകത്തൊരൊറ്റ ഹൈന്ദവ പണ്ഡിതനും അതിനെ അദ്വൈത സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടില്ല. മറിച്ച് വേദഗ്രന്ഥങ്ങൾ കൃത്യമായി പറഞ്ഞത് ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നാണ്. സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക്, അല്ലാതെ സൃഷ്ടിയിൽ സൃഷ്ടാവിന്റെ ഗുണങ്ങൾ ആരോപിച്ച് സൃഷ്ടിയെ ആരാധിക്കുക എന്നുള്ളത് വേദത്തിലില്ലാത്തതാണ്. വേദഗ്രന്ഥങ്ങൾ ലോകത്ത് പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഗൗരവമായ മതപഠനങ്ങൾ, ഞാൻ വളരെ കൃത്യമായി പറയാം, തൃക്കരിപ്പൂരിലെ എന്റെ പ്രശ്നം കേൾക്കുന്ന ഹൈന്ദവരാലോചിച്ചോ, ക്രൈസ്തവരുണ്ടെങ്കിൽ അവരാലോചിച്ചോ, മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരാലോചിച്ചോ. വിശുദ്ധ ഖുർആൻ പഠിച്ച് പ്രവാചകന്റെ ജീവിതം കൃത്യമായി പഠിച്ച് മുസ്ലിങ്ങളായവരാണോ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ? അല്ല. ആണെന്ന് ആര് പറഞ്ഞാലും അല്ല. ജനിച്ചു പോണു ആ മഹലിലെ പള്ളി, അവിടെ ഹദ്ദാദ് ഉണ്ടെങ്കിൽ ആ ചെക്കൻ ഹദ്ദാദ് നടത്തിക്കൊണ്ട് അവിടെ വളരും. റാത്തീബ് ഉണ്ടെങ്കിൽ അവൻ അവിടെ വളരും. അതിന്റെ അപ്പുറത്തേക്ക് ശരിയോ തെറ്റോ എന്ന് പിന്നീട് പഠിച്ചു മനസ്സിലാക്കലാണ്. ബാപ്പയിമ്മയും എന്താണോ മൊയ്തീൻ ഷെയ്നെ വിളിക്കുന്നതാണെങ്കിൽ ആ കുഞ്ഞെ ശീലിക്കും. അവനതിന്റെ ശരി തെറ്റൊന്നും അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ശരിയാണോ തെറ്റാണോ ന്യായമാണോ വേദഗ്രന്ഥത്തിലുള്ളതാണോ ഖുർആനിന്റെ അധ്യാപനമാണോ ഒന്നും അവൻ പഠിച്ചിട്ടില്ല. ശാരദയുടെയും അതുപോലെ തന്നെ രഘുവിന്റെയും മകനായി ജനിച്ച ഉണ്ണികൃഷ്ണൻ സ്വാഭാവികമായും ഭഗവതി ക്ഷേത്രത്തിലാണ് അമ്മ പോകുന്നതെങ്കിൽ, പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നീലേശ്വരത്തെ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള വൈകുണ്ഠം ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ വിശ്വാസം എന്താണോ ആചാരം എന്താണോ അത് അനുഷ്ഠിക്കുക എന്നതല്ലാതെ ഇത് ഋഗ്വേദം അംഗീകരിച്ചിട്ടുണ്ടോ, സാമവേദം അംഗീകരിച്ചിട്ടുണ്ടോ, അഥർവവേദം അംഗീകരിച്ചിട്ടുണ്ടോ, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ അംഗീകരിച്ചിട്ടുണ്ടോ, ശ്രദ്ധേയമായ ദശോപനിഷത്തിൽ ഇതിലുണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു ബാലനും ഒരു ഭാസ്കരനും ഒരു സുരേന്ദ്രനും ഹിന്ദുവായി ജീവിക്കണില്ല ഈ മണ്ണിൽ. സന്യാസിമാർ പോലുമില്ല. ആണ് അതിന്റെ രസകരമായ സംഗതി. ഇത് ഞാൻ വെറുതെ പറയല്ല, വളരെ ഉറപ്പിച്ച് മനസ്സുറപ്പോടെ ചങ്കുറപ്പോടെ പറയാൻ. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഋഗ്വേദത്തിന് എത്ര മണ്ഡലമുണ്ട് എന്ന് ഇവിടെ നിൽക്കണ ഹിന്ദുക്കളോട് ചോദിച്ചേ. ഒറ്റടിക്ക് പറയട്ടെ 10 മണ്ഡലമുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചേ. 18 അധ്യായമുണ്ട്. എവിടുന്നാ അത് ആരംഭിക്കുന്നത്? മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീത എന്തു പറയുന്നു ചോദിച്ചേ മാധവനോടും സുരേന്ദ്രനോടും. വിശുദ്ധ ഖുർആൻ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. ഇന്ന് മുസ്ലിം സമുദായ തൊപ്പിയിട്ട ജുബ്ബ വെച്ച നര്യാണിയുടെ മേലെ തുടിയെടുക്കുന്ന ഉസ്താദുമാരുടെ നടന്നു പോകും. ഒന്ന് ചോദിച്ചു നോക്കിയേ, അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂരിപക്ഷം ആളുകളും മതത്തിന്റെ പേരിൽ സംഘടിച്ചവരാണ്, മതം പഠിച്ചവരല്ല. മതം പഠിച്ചാൽ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടാവൂല. ഞാനാ പറയും നിങ്ങളോട് ഉറച്ചു പറയാൻ. മതം പഠിച്ചാൽ നബിദിന റാലി ഉണ്ടാവൂല. മതം പഠിച്ചാൽ വിഷുവിന് പടക്കം പൊട്ടൂല. മതം പഠിച്ചാൽ കത്തി എടുക്കേണ്ടി വരില്ല.
മതം പഠിച്ചാൽ ഭീകരവാദിയാവില്ല. മതം പഠിച്ചാൽ ഹിന്ദുവിനെ വെറുക്കാൻ കഴിയില്ല, പരസ്പരം തല്ലുകൂടാൻ കഴിയില്ല, 51 വെട്ടുവെട്ടാൻ കഴിയില്ല, നുമാൻ കോളേജിലെ മാഷ കൈവെട്ടാൻ കഴിയില്ല, 1 ലിറ്റർ റൈപ്പ് ഒഴിക്കുക 2 ലിറ്റർ ഒഴിക്കാന്ന് പറയാൻ പറ്റില്ല. മാനിഷാദ, അരുത് കാട്ടാള. ഭാരദ്വാജന്റെ കൂടെ തമസാ നദിയുടെ തീരത്തുപോയ വാൽമീകി പറഞ്ഞിട്ടുള്ള വാക്കല്ല, വ്യക്തമാണ്. സമയമില്ലേ സഹോദരങ്ങളെ? മഗ്‌രിബ് ബാങ്കിന് വേണ്ടി നിർത്തി വെക്കുകയാണ്. ഈ കേൾക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും ദൈവത്തോർത്ത് നിങ്ങൾ കേൾക്കണം. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. അപ്പൊ നിങ്ങളൊക്കെ കേൾക്കണം. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ കിട്ടും. ഇന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയും വേണം കേട്ടോ. മടിക്കണ്ട, ഒരു ഭയപ്പാടില്ല, ഒരു ഭയപ്പാടും എഴുതി തന്നാ മതി, ഞാൻ മറുപടി പറയും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരരായ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, മതത്തെ അറിയൂ, അഥവാ മതത്തെ ശരിക്കും മനസ്സിലാക്കൂ, എന്നിട്ട് യഥാർത്ഥമായ മോക്ഷം നേടൂ. ഇതാണ് നമ്മുടെ തൃക്കരിപ്പൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമിലെ വിഷയം. അതാണ് ടോപ്പിക്. മതത്തെ അറിയൂ എന്ന് പറയുന്നതും നമ്മുടെ നാടുകളിലെ മതവിശ്വാസികളെ അറിയൂ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കാരണം നാട്ടിലെ മതത്തിന്റെ പേരിൽ നടക്കുന്നത് മതമാണ് എന്ന് അംഗീകരിച്ചു കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഞാൻ കാരണം പറയുന്നത്, മതം ഒരാൾക്കും ഒരു കാരണവശാലും ഉപദ്രവമാവില്ല എന്നാണ് മതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആളുകൾക്ക് ശല്യാവുക, ആളുകളെ നന്മ പഠിപ്പിക്കുന്നതിന് പകരം അതൊന്നുമല്ലാത്ത ഒരു റൂട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ വാദ്യോപകരണങ്ങൾ, മ്യൂസിക്കുകൾ ലോകത്ത് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? സംഗീതം മനുഷ്യനെ നന്നാക്കിയിട്ടുണ്ടോ? നന്നാക്കുക എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ ഒരാളെ യേശുദാസിന്റെ ഗാനം കേൾപ്പിച്ചാൽ അയാളെ മദ്യപാനം നിർത്തുവോ? അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ സ്റ്റേജിൽ? ഒരാളെ ഇല്ല. ഞാൻ ചെണ്ട മുട്ടുന്നു 3/4 മണിക്കൂർ, ഡും ഡുഡും ഡും ഡും ഡും. അതോടുകൂടെ അമ്മയോട് അപമര്യാദയായി പെരുമാറിയ സുരേന്ദ്രൻ 3/4 മണിക്കൂർ ചെണ്ടമുട്ട് കേട്ട് അമ്മയെ മർദ്ദിക്കൂല എന്ന് തീരുമാനിച്ച ഒരു ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. മാപ്പിളപ്പാട്ട് കേട്ട് പെണ്ണുങ്ങൾ കേട് വന്നത് എനിക്കറിയാം, നന്നായത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഉണ്ടോ? കൽബാണം ഫാത്തിമ കേട്ടിട്ട് പ്രേമം മൂത്തതാണോ പ്രേമം ഇല്ലാണ്ടായതാണോ? എന്താ ഉണ്ടായത്? സിനിമ കണ്ടിട്ട് നാട്ടുകാർ നന്നായതാണോ കേടുവന്നതാണോ? അപ്പൊ മതം മനുഷ്യനെ നന്നാക്കലാണെങ്കിൽ, ആ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും നന്മയാണെങ്കിൽ ആ മതം ഏതാണ്? ആ മതം എങ്ങനെയാ പഠിക്കുക? അതാണല്ലോ മതത്തെ അറിയൂ, നിർബന്ധമായും നിങ്ങൾ മതം പഠിക്കൂ. മതം എവിടുന്നാ പഠിക്കുക? ആരെ കണ്ടിട്ടാ മതം പഠിക്കുക? ഒരു ഉദാഹരണം പറയാം. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ എലത്താളം മുട്ടുന്ന താഴ്ന്ന ജാതിക്കാരനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി, അല്ലേ? എന്തിന്? എലത്താളം മുട്ടല് മോശമായിട്ടാ? അല്ല, ഓന്റെ ജാതി മോശമായിട്ടാ. ജാതി നല്ലതല്ല എന്നുള്ളത് കൊണ്ട്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എലത്താളം മുട്ടുന്നവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി.
എന്നാൽ പരിശുദ്ധ കാബ ഇവിടെ ബാങ്ക് കൊടുത്തത് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ബിലാലായിരുന്നു. പുറത്താക്കിയതല്ല, അകത്താക്കിയ ചെയ്ത്. പുറത്തു നിർത്തിയ ബിലാലിനെ റസൂലുള്ള അകത്തേക്ക് നിർത്തി കാബത്ത് കയറാൻ പറഞ്ഞു. വേറൊരാൾക്ക് അവകാശം കൊടുത്തില്ല. ലോകത്ത് അങ്ങനെ ഒരു വിപ്ലവം വേറൊരു ദർശനത്തിനും സാധിച്ചിട്ടില്ല. കാരണം പ്രവാചകൻ അവതരിപ്പിച്ചത് പ്രവാചകന്റെ വകയല്ല. ആരാണോ സൂര്യനെ സൃഷ്ടിച്ചത്, ആരാണോ ചന്ദ്രനെ സംവിധാനിച്ചത്, അവനാണ് മുഹമ്മദ് നബിയെ ഈ ലോകത്തേക്ക് അയച്ചത്, പ്രവാചകനായി തെരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയാം, ദൈവത്തിന് ഉച്ചനീചത്തുണ്ടോ? ദൈവം അസഹിഷ്ണുവാണോ? ദൈവം വർഗീയവാദിയാണോ? ദൈവത്തിന് ജാതി തിരിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പച്ചയായ ഒരു പരമാർത്ഥമാണിത്. പക്ഷെ പിന്നെ എങ്ങനെ ജാതീയത ഉണ്ടായി? ചാതുർവർണ്ണ്യം മയസിഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന വാചകം ഭഗവത്ഗീതയില് എപ്പോണ്ടായതാ? ബ്രാഹ്മണ മേധാവിത്വം കടത്തിക്കൂട്ടിയതാണത്. ദൈവം ഒരിക്കലും അത് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ദൈവം പറയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ നമുക്ക് വേണ്ട. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. മനുസ്മൃതി 1-ാം അധ്യായം 100-ാമത്തെ വചനം. ദൈവത്തിന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ ശ്രേഷ്ഠൻ. കണ്ടോ, ഉച്ചനീചത്വത്തിന്റെ തുടക്കം അവിടെയാണ്. നേരെ മറിച്ച് വേദം ശരിക്ക് പറഞ്ഞത് എന്താ? ബാന്ധവാ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം. ബാന്ധവാ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം. മനുഷ്യരൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ, എടാ സുരേഷേ, ദേവാ, ജോർജേ, ഞാനും നീയൊക്കെ സഹോദരങ്ങളാണടാ. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ലോകം നമ്മുടെ തറവാടാണ്. നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല എന്ന് പറയാനാ മതം പഠിപ്പിച്ചേ. അതാ മതം. ആ മതത്തെ അറിയണം എന്നാ പറയുന്നത്. മറ്റേതല്ല. മറ്റേത് പക്ഷപാതികളായ ആളുകളുടെ പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യർ സൃഷ്ടിച്ചതാണ് മതങ്ങൾ, ദൈവങ്ങൾ. ദൈവം, മതം, ദാറ്റ്സ് ഓൾ. ഒരു ജാതി, ഏതാ ജാതി? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഏതാ ജാതി? മനുഷ്യജാതി, ആണും പെണ്ണും, അത്ര തന്നെ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ആണിനെയും പെണ്ണിനെയും ഒരേ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചത്. 4-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരേ ആത്മാവിൽ നിന്നാണ് ആണും പെണ്ണും. ആണും പെണ്ണും അല്ലാതെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. സവർണരുണ്ടാക്കിയാണ്. അവരെ പാദസേവ്യം ചെയ്യുന്ന ശൂദ്രരുണ്ടാവണം. അത് പറയാനാ, അല്ലാതെ ദൈവം ഉണ്ടാക്കിയല്ലാതെ. ദൈവം ഉണ്ടാക്കിയല്ല. തദിഹരമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ടാല യോനി. ചന്തോക്ക് മനുഷ്യത്തിന്റെ 10-ാം അധ്യായത്തിൽ ഇതെങ്ങനെയാ വന്നത്? നല്ല മനുഷ്യന്മാരൊക്കെ ബ്രാഹ്മണന്മാരാണ്, ചീച്ച ആളുകളൊക്കെ ശൂദ്രന്മാരാണ്, പന്നിയായി നായയായി ജനിക്കും എന്ന് പറയുന്നത് ദൈവം പറഞ്ഞല്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശ്വദർശനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. രാഹുൽ സാങ്കൃത്യായൻ എന്ന് പറയുന്ന വിഖ്യാതനായ ഹൈന്ദവ പണ്ഡിതൻ എഴുതിയ വിശ്വദർശനങ്ങൾ, പേജ് 552. അതിലെന്താ ഉള്ളത്? ചതുർവേദത്തിൽ ഒരിടത്തും പുനർജന്മ സിദ്ധാന്തമില്ല. പുനർജന്മ സിദ്ധാന്തം സവർണ മേധാവികളുടെ സൃഷ്ടിയാണ്. ആരാ പറയുന്നത്? രാഹുൽ സാങ്കൃത്യായം പറയാൻ. വിശ്വദർശനങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചാണ് വേദഗ്രന്ഥത്തിൽ പരാമർശമുള്ളത് എന്നാണ് രാഹുൽ സാങ്കൃത്യായം പറയുന്നത്. ഹൈന്ദവ പണ്ഡിതനാണ്. വിശ്വദർശനങ്ങൾ എന്ന പുസ്തകത്തിലാണ്, പേജ് 552. വായിക്കണം. ദിനേന പത്രം വായിക്കണ്ടല്ലോ ഇവിടുത്തെ എല്ലാ മതവിഭാഗവും. ഒന്ന് വേദഗ്രന്ഥം വായിച്ചൂടെ?
വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അതിനർത്ഥം. ദൈവം എന്ന് പറഞ്ഞാൽ ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നമ്മൾ ദൈവം നേരത്തിലേക്ക് എത്തി. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അല്ലാഹു നൂറുസ്സമാവാതി വല്ലർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് പറയും. അപ്പം മതം പഠിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുക. ഏത് ഇത് നമ്മൾ നല്ല സ്നേഹത്തിൽ നല്ല നിലയിൽ എന്തൊരു കാര്യം നല്ല നിലയിൽ പഠിക്കാൻ. ഹൈന്ദവരോട് ഞാൻ തൃക്കരിപ്പൂരിലെ ഹൈന്ദവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ പല ഭാഗത്തും, നീലേശ്വരത്ത് പ്രസംഗിച്ചിട്ട് പരിസരങ്ങളിലൊക്കെ ഒരു കാലത്ത് ഒരുപാട്. ഞാൻ പറയുന്നത് ഹിന്ദു മതം എന്ന് പറയാറില്ല, ശരിക്കും പറയാറില്ല സനാതന ധർമ്മം എന്നാണ്. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യം അതിലൊരു ഭാഗത്ത് പറയാണ് ഹിന്ദു എന്നല്ല പറയേണ്ടത്. അത് പേർഷ്യക്കാരെ വിളിച്ചാണ് ഇവിടെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും പേർഷ്യക്കാരാണ് ഹിന്ദുക്കൾ എന്ന് വിളിച്ചത്. കാരണം പേർഷ്യക്കാർ സി എന്ന പദം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. സി എന്ന പദത്തിന്റെ സ്ഥാനത്ത് ഹി എന്ന പദമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഏതുപോലെ കോട്ടയത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഭാര്യ. എന്താണ് ഭാര്യ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യ. ബാക്ക് പകരം ഫ. ഭൂമി എന്ന് നമ്മൾ പറയാ. കോട്ടയത്തുകാരോ ഭൂമി. ഒരു സ്റ്റേറ്റിലെ കഥയാ പറയും. പേർഷ്യക്കാർ സി എന്ന് ഉച്ചരിക്കാറുണ്ടായിരുന്നില്ല. ഏതുപോലെ ഈജിപ്തുകാർ ജ, നമ്മൾ മുജാഹിദ്, അവർ പറയാ മുഗാഹിദ് എന്നാണ്. ഗൾഫ് രാജ്യത്ത് ജീവിച്ച ആളുകൾക്ക് അറിയാം ഇന്നത്തെ മുഗാഹിദ് ആന മുഗാഹിദ് എന്ന് പറയണം അവരോട്. മനസ്സിലായില്ലേ? അപ്പൊ പേർഷ്യക്കാരാണ് ഇന്ത്യക്കാരെ ഹിന്ദുക്കൾ, അതായത് സിന്ധുക്കാർ. നമുക്കറിയാം അബൂ സുഫിയാന്റെ മകളുടെ പേര് ഹിന്ദ് എന്നാണ്. അത് ഇന്ത്യയെ ഓർത്തിട്ടിട്ടാൻ. ആ കാലം മുതലേ ഇന്ത്യ രാജ്യത്തിന് സൗദി അറേബ്യയുമായി ബന്ധമുണ്ട്. ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഈ നാട് ഭരിച്ചൊരു രാജാവ് പ്രവാചകനെ ഇഞ്ചി കൊടുത്തയച്ചു. ഒരു പാത്രത്തില് ഇഞ്ചി കൊടുത്തയച്ചു. പ്രവാചക തിരുമേനിയാ ഇഞ്ചി കട്ട് ചെയ്ത് ഒരു പീസ് പ്രവാചകൻ കഴിച്ചു, ബാക്കി സ്വഹാബത്തിന് കൊടുത്തു എന്ന് ഹാക്കിമിന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലം മുതലേ ഇന്ത്യയുമായി ഇസ്ലാമിക സമൂഹത്തിന് ബന്ധമുണ്ട്, അറേബ്യക്ക് ബന്ധമുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര കാലമായി മതത്തിന്റെ പേരിൽ തല്ലുന്നു, മതത്തിന്റെ പേരിൽ കലാപുണ്ടാക്കണു. കാരണം മതം പഠിച്ചില്ല. മതം പഠിച്ചിരുന്നെങ്കിൽ നാം അറിയും നമ്മുടെ ദൈവം ഒന്നാണ്, ഒരു ജാതി, ഒരു മതം. ശ്രീനാരായണ ഗുരു പറഞ്ഞാൽ ഒരു ദൈവം മനുഷ്യനാണോ അവന് ജാതി ഒന്നേ ഉള്ളൂ, മനുഷ്യജാതി. മനസ്സിലായോ? മനുഷ്യനാണോ അവൻ ഒന്നിലധികം മതമില്ല, ഒറ്റ മതേ ഉള്ളൂ. മനുഷ്യനാണോ അവൻ ഒന്നിലധികം ദൈവമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. ശാരദ പ്രതിഷ്ഠ നടത്തി, കണ്ണാടി പ്രതിഷ്ഠിച്ചു, ശിവലിംഗം പ്രതിഷ്ഠിച്ചു, ശിവനെ പ്രതിഷ്ഠിച്ചു ശ്രീനാരായണ ഗുരു. ഇന്ത്യ ജാതീയതയിൽ അമരയായിരുന്നു. ശ്രീരാമനെ പോലും ജാതി ഭ്രാന്ത് മൂത്ത ആളായിട്ടല്ലേ രാമായണത്തിലുള്ളത്. അതാരുണ്ടാക്കിയ? രാമന്റെ തെറ്റാ? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? രമ്യത ഉണ്ടാക്കുന്നവൻ, തമ്മിൽ കലഹിക്കുന്നവർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കുന്നവൻ എന്ന ആശയമാണ് രാമൻ എന്ന് പറഞ്ഞാൽ. അയോധ്യ എന്ന് പറഞ്ഞാലോ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. അയോ പ്ലസ് യോധ്യ, യുദ്ധമില്ലാത്ത ഭൂമി എന്നത് യുദ്ധഭൂമിയല്ലേ. അയോധ്യ എന്ന് കേട്ടാ വെറുപ്പ് തോന്നൂലേ? എന്താ കാരണം? മതത്തെ ദുരുപയോഗം ചെയ്തു, ശ്രീരാമനെ ദുരുപയോഗം ചെയ്തു, മുഹമ്മദ് നബിയെ ദുരുപയോഗം ചെയ്തു, വേദഗ്രന്ഥങ്ങളെ ദുരുപയോഗം ചെയ്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം. പൗരോഹിത്യമാണ്, രാഷ്ട്രീയ മേലാളന്മാരാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാരും അല്ല. ആത്മീയ കേന്ദ്രങ്ങളിലാണ് തീരെ ആത്മീയതല്ലാത്തത്. കോട്ട, ധ്യാന, ഏർവാടി, നാഗൂർ, അജ്മീർ, മുത്തുപേട്ട, CM മക്കാമ്, അങ്ങനെ കുറെ പുളിങ്ങം മക്കാമ്, അവിടെയാണ് ആത്മീയത തീരെ ഇല്ലാത്തത്. ആത്മീയത എന്ന് പറഞ്ഞ സംഗതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന കേന്ദ്ര അത്. ആത്മീയത എന്ന് പറഞ്ഞ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അശര്യമത് അശര്യമോ വന്യസൃണോധി മൃതായ, ഗീതയിലുള്ളതാണ് ഒരു ഭാഗം. ആത്മാവ്
വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. 17 അധ്യായം 85-ാമത്തെ വാചകം. ആത്മാവ്, അതിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചക. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തിങ്കലാകുന്നു. ഗീതയും പറഞ്ഞതാണ്, ഖുർആനും പറഞ്ഞ അതാണ്. ആത്മാവിനെ നിർവചിക്കാൻ കഴിയില്ല, ആത്മാവിനെ തൊടാൻ കഴിയില്ല, ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ഭൗതിക ശരീരം മണ്ണിൽ വെച്ചാൽ ഭൗതിക ശരീരം മണ്ണിന്റെ ഭാഗമാണ്, ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. 32-ാം അധ്യായം 9-ാമത്തെ വചനം. വജാല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. മനസ്സിലായോ? ദൈവത്തിങ്കൽ നിന്നാണ് ആത്മാവ്, മനുഷ്യ ശരീരം മണ്ണിൽ നിന്നാണ്, അഥവാ മണ്ണിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് മണ്ണിൽ ഈ ശരീരം കൊണ്ടുപോയി വെച്ചാൽ ദഹിക്കുന്നത്, ലയിച്ചു പോകുന്നത്, നുരുമ്പിച്ചു പോകുന്നത്. ഇത് മണ്ണിന്റെ ഭാഗമാണ്. മനസ്സിലാക്കുക എല്ലാരും. അതുകൊണ്ട് മതം പഠിക്കുക. മതം ഞാൻ ഉറച്ചു പറയും, ചതുർവേദം പഠിച്ചിട്ട്, ഉപനിഷത്തുകൾ പഠിച്ചിട്ട്, അതിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നിട്ടൊരു സംഗതി ഉണ്ട് നിങ്ങൾക്ക് തെളിയിച്ചു തന്നാൽ ഞങ്ങൾ പറയുന്ന മണിയെടുക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം, ഇവിടെ ഒരു CD കേസറ്റ് വിൽക്കുന്നുണ്ട്. നബിദിനം ബിദ്അത്തോ സുന്നത്തോ. AP ഉസ്താദ് എന്നൊരു ഉസ്താദിനെ കേട്ടില്ലേ നിങ്ങൾ? ചട്ടി കൊണ്ടുവന്നിട്ട് പിച്ചച്ചട്ടി എടുക്കുന്ന ഒരു ഉസ്താദിനെ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടുകാരൻ. ആ ഉസ്താദിന്റെ അനുയായികളുമായി നടന്ന ഒരു വാദപ്രതിവാദം. നബിദിനം ഇസ്ലാമിലുണ്ടോ ഇല്ലേ? കാന്തപുരത്തിന്റെ ശിഷ്യന്മാർക്ക് പറയേണ്ടി വന്നു, മുഹമ്മദ് നബി നബിദിനം കഴിച്ചിട്ടില്ല, സ്വഹാബത്ത് നബിദിനം കഴിച്ചിട്ടില്ല. ഞങ്ങളും അത്രേ പറഞ്ഞുള്ളൂ. നബിദിനം ഇല്ല, നബിദിന റാലിയില്ല എന്നൊരു സമ്മതിച്ചു. ആ CD ഇവിടെ ഉണ്ട്, പുതിയതാ, 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. AP സുന്നൽ പറയാണ് നബിദിന ഇസ്ലാമിലില്ല. ആലോചിക്കണം. ഉസ്താദുമാര് പറയാണ് നബീന്റെ കാലത്തില്ല. ഞങ്ങളും അത്രേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നമ്മുടെ മഗ്‌രിബ് നിസ്കരിച്ചു, അത് നബീന്റെ കാലത്തില്ലേ? ഉണ്ട്. സുബൈസ്കരിച്ചു, നബീന്റെ കാലത്തില്ലേ? ഉണ്ട്. ഹജ്ജ് ഉംറയും നബീന്റെ കാലത്തില്ലേ? ഉണ്ട്. സക്കാത്തില്ലേ? ഉണ്ട്. നബിദിനല്ല അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. മുജാഹിദുകൾ ഇത്രയും കാലം ഏറ് കിട്ടിയത് അത് പറയാനല്ലേ. ഇപ്പൊ ഫൈസൽ ഹസനി വന്നിട്ട് പറയാണ്, അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം വന്നിട്ട് പറയാണ് നബീന്റെ കാലത്തില്ല, ഞങ്ങൾ സമ്മതിച്ചു. അതാ CD അവിടെ വെക്കുന്നുണ്ട്, മജീദ്ക്ക വാങ്ങണം, മുസ്ലിങ്ങൾ വാങ്ങണം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ശ്രീകൃഷ്ണ ജയന്തിയുമില്ല, നബിദിന റാലിയില്ല. കുരിശും ചുമന്ന് ക്രിസ്ത്യാനികൾ നടത്തവും ബൈബിള് പ്രകാരമില്ല. ഇല്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ഉറപ്പായി, ഈ റോഡ് ബ്ലോക്ക് നിർമ്മിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പൊ അതായിട്ട് ഒഴിവായിക്കഴിഞ്ഞാൽ മതി. പണ്ടൊരു ശില്പിനോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ കരിങ്കല്ലിൽ ആനനെ കൊത്തല്, കരിങ്കല്ലില് ആനയെ കൊത്തൽ എങ്ങനെയാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പാറക്കല്ലിന്റെ അടുത്ത് പോയി നിൽക്കും, എന്നിട്ട് ആനയല്ലാത്ത ഭാഗമൊക്കെ ഞാൻ ചെത്തിക്കളയും, ആനയല്ലാത്ത ഭാഗമൊക്കെ ഉളി വെച്ചിട്ട് ഞാൻ ചെത്തിക്കളയും, അപ്പൊ അത് ആനയാവും. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മതഗ്രന്ഥ പ്രകാരം ഹിന്ദു മതം പരിശോധിക്കുക, ക്രിസ്തു മതം പരിശോധിക്കുക, എല്ലാ മതങ്ങളും പരിശോധിക്കുക. അപ്പം മനസ്സിലാവും ഹൈന്ദവരിലെ മഹാഭൂരിപക്ഷവും സനാതന ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടവരല്ല, ഹിന്ദു മത നിഷേധികളാകുന്നു എന്ന് മനസ്സിലാവും. മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അനുസരിച്ച് ശരിക്കട് പഠിച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, നാമധാരികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. പള്ളിയിൽ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മീശയും താടിയും പഠിച്ചിട്ട് ലോഹട്ട് കറുത്ത ബെൽറ്റും കെട്ടി പള്ളിയിൽ അച്ഛന്മാരെ കണ്ടില്ലേ? മീശയും താടിയും പഠിക്കൽ യേശുക്രിസ്തുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരുന്നു. ശരിക്കും ചിന്തിക്കണം കേട്ടോ. യേശുക്രിസ്തു എന്ന ഒരാളെ ക്രിസ്ത്യാനികൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ഈസാ അലൈഹിസ്സലാം. ആ യേശുക്രിസ്തുവിന് മീശയുണ്ടായിരുന്നു, താടിയുണ്ടായിരുന്നു. ഞാൻ ഒറ്റ പോയിന്റ്, ഞാൻ ഈ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരു ക്രിസ്ത്യാനി എന്റെ പിന്നാലെ വന്നു. അയാൾക്ക് ആകാംക്ഷ ഉണ്ടായിട്ടാ വന്നേ, എന്നെ എതിർക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞ കാര്യം അയാൾക്ക് ക്ലിക്ക് ചെയ്തു. അപ്പൊ അയാൾ മീശയും താടിയും ഇല്ലാതെയാണ് എന്റെ മുമ്പിൽ വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ മീശയും താടിയും പഠിച്ചത്? പറഞ്ഞു, ഞങ്ങൾ പള്ളിയിലച്ചന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, യേശുക്രിസ്തുവിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വെക്കണ ഫോട്ടോ, അത് ഏതെങ്കിലും ഒരു മീശയും താടിയും പഠിച്ച യേശുക്രിസ്തുവിന്റെ പിക്ചർ ഉണ്ടോ? അപ്പോഴാ നേരം വെളുത്ത്, 41 കൊല്ലം ജീവിച്ചിട്ട് നേരം വെളുത്തത് അന്നാ എന്റെ ചോദ്യം കേട്ടപ്പോ. യേശുക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു പിക്ചർ ഉണ്ടോ ഇവിടെ എവിടെങ്കിലും താടിയില്ലാത്ത? ഉണ്ടോ?
അപ്പൊ യേശുക്രിസ്തു നിർബന്ധമായി പഠിപ്പിച്ചാണ് താടി വെക്കല്. അല്ലാതെ മുസ്ലിങ്ങളായ മുജാഹിദുകളെ തീവ്രവാദത്തിന്റെ ഭാഗമല്ലത്. മനുഷ്യനാണോ പുരുഷനാണോ അവന് താടി ഉണ്ടാകണം എന്നാണ് വേദഗ്രന്ഥം. ലിംഗച്ഛേദശിഖാഹീന കൃഷ്ണദൈവായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്ത് പറഞ്ഞ ചേലാകർമ്മം ചെയ്യും, ലിംഗത്തിന്റെ അഗ്രഭാഗം കെട്ടിയും. ശശികല ടീച്ചർ വന്നിട്ട് എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ പരിഹസിച്ചത് ഒരു വികലാംഗരാണെന്നാ. ലിംഗ